ഏവർക്കും നമസ്തേ. ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ കൽക്കി. സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ആത്മകഥ, അതിൻ്റെ പ്രധാനപ്പെട്ട വിവിധ കണ്ടൻസ്, ചാപ്റ്റേഴ്സ്, മെസ്സേജസാണ് ഞാൻ നിങ്ങളുമായിട്ടിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സൈക്കിക് മീഡിയം, ടാരോ കൺസൾട്ടൻറ്റുമാണ്. അറ്റ് ദ സെയിം ടൈം ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്. അക്കാദമിക്കൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും ഓരോ ആളുകളുടെയും ജന്മത്ത് അവരുടേതായിട്ടുള്ള കർമ്മപാതകൾ പലത് കാണും. ആത്മീയ ജീവിതത്തിൽ ഒരു സൈക്കിക് മീഡിയം എന്നുള്ള നിലയ്ക്ക് ഇത്രയും വർഷങ്ങളായിട്ടും സംഭവിച്ച വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയും തന്മൂലം ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനെ പറ്റിയും മറ്റുള്ള ആളുകൾക്ക് ഒരു മാർഗനിർദ്ദേശമായി, പ്രത്യേകമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ എന്താണ് സംഭവിക്കുക, അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്, ഏത് തലത്തിലാണ്, എപ്രകാരമാണ് നമുക്ക് അവരോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത്, അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, വളരെയധികം വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊരു ഹീലിംഗ് പർപ്പസിന് വേണ്ടിയും ഒക്കെ തന്നെയും സൈക്കിക് മീഡിയംഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബുക്കിൽ നമ്മൾ അധ്യായം 10 വരെയാണ് സംസാരിച്ചത്. ഇന്ന് നമുക്ക് 11ലേക്ക് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു ചാപ്റ്ററിനെ പറ്റി മറ്റേതൊക്കെയോ ചാനൽസിൽ ഞാൻ ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ചാനൽ അത് നൽകിയിട്ടില്ല. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കാണുന്ന ആളുകളോട് ദയവായിട്ട് മാലാഖമാർ എൻ്റെ ലിത്വേനയിൽ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള ദൃശ്യങ്ങളും നാട്ടിൽ ഞാൻ താമസിച്ച സ്ഥലത്ത് പൂജാവേളയിൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ട ദൃശ്യങ്ങളുമൊക്കെയും ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സത്യാവസ്ഥയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളുടെയൊക്കെ ജന്മത്തിൻ്റെ ഒരു വലിയ അർത്ഥവും സമാധാനവും സന്തോഷവും തൃപ്തിയുമൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ കാണാൻ സാധിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഈശ്വരാനുഗ്രഹമുള്ള, ഇത് കാണുമെന്ന് നിയോഗമുള്ള, ഈ ഒരു ജന്മത്ത് മാറ്റങ്ങൾക്കുള്ള സമയമായി എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു. ഇനിയെങ്കിലും ഞാൻ സത്യാവസ്ഥയിലേക്ക് മടങ്ങി വരണം, നമ്മുടെ ഉള്ളിലെ ഈശ്വരമായ ആ ഒരു ചൈതന്യത്തിനെ തിരിച്ചറിയേണ്ട സമയമായി എന്ന് ഈ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെയും അത് കാണുവാനും മനസ്സിലാക്കുവാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ വളച്ചുകെട്ടലുകളൊന്നുമില്ലാതെ തന്നെ തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്ത് മറ്റൊരു മതവിഭാഗത്തിൽ ജനിച്ചുവെങ്കിൽ പോലും പ്രാർത്ഥനയും പൂജകളുമൊക്കെ ആയിട്ട് ആ ഒരു തരത്തിലേക്ക് ഞാനും മാറിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സമൂഹത്തിലും വിദേശത്തു നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദയവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ആ ഒരു അർത്ഥതലത്തിൽ മനസ്സിലാക്കുവാനും ആ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കാണുവാനും രോഗസൗഖ്യം നേടുവാനും. കാര്യം എൻ്റെ ക്ലയൻസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അത് കണ്ട ആളുകളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. വലിയ അസുഖങ്ങൾ പോലും മാറിയ ഒരുപാട് ആളുകളുണ്ട്. ജോലി ലഭിക്കാതെ ഇരുന്നിട്ട് ജോലി ലഭിച്ച ആളുകൾ, വീടിന് വേണ്ടി അന്വേഷിച്ചിട്ട് അത് ലഭിക്കാതെ ഇരുന്നപ്പോൾ മാലാഖമാരോട് പ്രാർത്ഥിച്ച് നല്ലൊരു ഭവനം ലഭിച്ച ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ജന്മത്ത് ഇതൊക്കെ എനിക്ക് കാണിക്കുവാനായിട്ട് സാധിച്ചത് എൻ്റെ ഒരു ജന്മം അങ്ങനെ ഒരു ആത്മീയമായിട്ട് ഈ പ്രപഞ്ചം മാറ്റിയെടുത്തത് കൊണ്ടാണ്. ഇല്ല എങ്കിലും മാലാഖമാർ എൻ്റെ അടുത്ത് വരികയോ ദേവതകൾ വരികയോ ഒന്നും തന്നെയും ആ വക ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക്, ഈ ലോകത്തിലേക്ക് കാണിക്കുവാനോ ഒന്നും എനിക്ക് സാധിക്കത്തുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ജന്മത്തിൽ ഒരുപാട് തൃപ്തമാണ്, സന്തോഷമാണ്, കൃതാർത്ഥതയുള്ള ആളാണ്. ഇതിൽ കൂടുതലൊന്നും തന്നെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒന്നുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെയാണ്
ഭൗതികമായിട്ടുള്ള വിദേശ ജീവിതവും കാര്യങ്ങളും ഒക്കെ മാറ്റി തിരികെ ഇവിടേക്ക് മടങ്ങി വരുവാനും ഇവിടെ കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ഈശ്വരൻ എന്നെ അങ്ങനൊരു നിയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓഫ് കോഴ്സ് നമ്മളിനിയും ഒരുപാട് മുന്നേറാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരം വളരെ ആത്മീയമായ സത്യാവസ്ഥകളെ ഈശ്വര ചൈതന്യത്തിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകി. അതൊരു വലിയ നിയോഗമാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. ഞാൻ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അധ്യായം 11. പൈൻ മരങ്ങൾക്കിടയിലൂടെ എന്നെ ഉറ്റുനോക്കിയ ശാരദയുള്ള വൃദ്ധരൂപം. 210 പേജാണ്. അത് നമുക്ക് വായിക്കാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മറ്റേ ചാപ്റ്ററിൻ്റെ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സാരമില്ല, ഞാനത് ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്ത് തരാം. അധ്യായം 11. പൈൻമരങ്ങൾക്കിടയിലൂടെ എന്നെ ഉറ്റുനോക്കിയ ശാരദയുള്ള വൃദ്ധരൂപം. ഉയർന്ന മണ്ഡലത്തിൽ നിന്നുമുള്ള ആത്മാക്കൾക്ക് ഒരു ദൈവീക പദ്ധതിയിൽ പ്രത്യേക ചുമതലകൾ നൽകപ്പെടുന്നു. വ്യക്തികളെ സംരക്ഷിക്കുന്നത് അവരുടെ ചുമതലകളുടെ ഭാഗമാണ്. തെരേസ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ വിളിച്ചു വരുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ എന്നെ വിട്ടു പോകരുത്, എന്നെയും കൂടെ കൊണ്ടുപോകൂ, എനിക്ക് മരിക്കണം, എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സൂക്ഷ്മ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവരുടെ ഊർജ്ജം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിന് പകരം ഈശ്വര സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ധൈര്യവും ശക്തിയും മാർഗനിർദ്ദേശങ്ങളും നൽകണേ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കണം. 2019 ജൂലൈ ആയപ്പോഴേക്കും എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വിവരങ്ങൾ ശേഖരിച്ച് പൂർത്തിയാക്കി ഞാൻ തിരികെ ലിത്വേനിയയിലേക്ക് മടങ്ങിയിരുന്നു. എൻ്റെ PhDയുടെ സൂപ്പർവൈസർ എനിക്ക് അക്കാദമിക്കായിട്ട് വിജയിക്കുന്നതിനായി അവരുടെ പൂർണ്ണ പിന്തുണയും അനുകമ്പയും നൽകി. എൻ്റെ ഗവേഷണ കാലഘട്ടത്തിൽ എന്നെ വളരെയധികം സഹായിച്ച നിരവധി അക്കാദമിക് മേഖലയിൽ പ്രാവീണ്യമുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഡൽഹിയിൽ നിന്നും കണ്ടുമുട്ടിയ എൻ്റെ സുഹൃത്ത് ശരണി തിരികെ ഞാൻ ലിത്വേനിയയിലേക്ക് മടങ്ങുമ്പോൾ ഒരു പ്രശസ്ത എഴുത്തുകാരൻ്റെ വളരെ ആകർഷകമായ ഒരു പുസ്തകം എനിക്ക് സമ്മാനമായി നൽകി. 2019 ജൂലൈ മാസം ലിത്വേനിയയിൽ മനോഹരമായ വേനൽക്കാല സമയമായിരുന്നു. ലിത്വേനിയയിലേക്ക് തിരികെ ഞാൻ വരുന്ന സമയത്ത് വിമാനത്തിൽ വെച്ച് ഈ ഒരു പുസ്തകത്തിൻ്റെ പല അധ്യായങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. തിരികെ ലിത്വേനിയയിൽ എത്തിയതിന് ശേഷവും വിഷ്ണുവും എൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഞാൻ തിരികെ വന്നതിലേറെ സന്തോഷിച്ചു. ഇവിടെ എത്തിയതിന് ശേഷം അതേ പുസ്തകം തുടർന്ന് വായിക്കുന്നതിനായി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറത്ത് ഒരു മേശയും കസേരയും സ്ഥാപിച്ചു. ഒരു കപ്പ് ചൂട് ചായ ആസ്വദിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ മറ്റധ്യായങ്ങളിലേക്ക് ഞാൻ കടന്നു. പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് വളർന്നു വന്നിരുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ വൃദ്ധനായിട്ടുള്ള, അത്യാവശ്യം നല്ല ഉയരമുള്ള, വലുപ്പമേറിയ ശരീരത്തോടു കൂടിയ ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശാന്തമായിട്ടുള്ള മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന്. പ്രായമായ ആ വൃദ്ധൻ ആരാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഒരു ആത്മാവായിരുന്നു. എന്തുകൊണ്ടാണ് ആത്മാക്കൾ എന്നിൽ അസാധാരണമായിട്ടുള്ള താല്പര്യം കാണിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ആ ആത്മാവിനെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഭയമുണ്ടായി. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ പുസ്തക വായന അവസാനിപ്പിച്ച് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. എൻ്റെ ഭർത്താവായ വിഷ്ണുവിനെ വിളിച്ചു. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ കൂടെ വേഗം പുറത്തേക്ക് വരൂ. അവിടെ ഒരു വൃദ്ധൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. വിഷ്ണു എൻ്റെ കൂടെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ആര്, എവിടെ എന്ന്. നീ എന്താ ഈ പറയുന്നത് എന്ന്. എനിക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടു, വൃദ്ധനായ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ശരീരത്തിന് നിറം വെച്ച് നോക്കുമ്പോൾ ഒരു വെള്ളക്കാരനാണ്. അപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു, നിനക്ക് അറിയാമല്ലോ തെരേസ, ഒരു പക്ഷേ നിന്റെ സഹായം ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വൃദ്ധൻ ആയിരിക്കാം.